ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു മൾട്ടിപ്ലൈ 2 ഗിവൺ മെട്രിക്സ്. അതായത് നമുക്ക് 2 മെട്രിക്സ് ഉണ്ടാവും. ഈ 2 മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്? റോ വൈസും കോളം വൈസും ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും കറസ്പോണ്ടിങ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 into 5 പ്ലസ് 2 into 7. സെക്കൻഡ് എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 into 6 പ്ലസ് 2 into 8. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 5 plus 14 എന്ന് പറയുന്നത് 19 എന്ന് പറഞ്ഞു കിട്ടും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കിട്ടും? 16 plus 6 എന്ന് പറയുന്നത് 22 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് എലമെന്റ് കിട്ടും. ഫസ്റ്റ് കോളവും സെക്കൻഡ് റോയും തമ്മിൽ ചെയ്യണമെങ്കിൽ, സെക്കൻഡ് കോളവും തമ്മിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് എലമെന്റ് കിട്ടും. ഇനി ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ, ദാറ്റ് ഈസ് ഇത് ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് M1 ഉം N1 ഉം ആണ്. സെക്കൻഡിന്റെ M2 ഉം N2 ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇതിന്റെ കോളം, ഫസ്റ്റിന്റെ കോളവും സെക്കൻഡിന്റെ റോയും ഈക്വൽ ആയിരിക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് is equal to number of row in second matrix. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും? റിസൾട്ടന്റ് മെട്രിക്സ് വിൽ ബി N1 by N2 ആയിരിക്കും എൻ്റെ മെട്രിക്സിന്റെ സൈസ്. ഓക്കെ, റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ്. അപ്പോൾ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്? അൽഗോരിതത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോഗ്രാമിന്റെ അൽഗോരിതം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ വീഡിയോ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ അത് നോക്കിയതിന് ശേഷം ഈ പ്രോഗ്രാം എങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ള കാര്യം നോക്കുക. ഞാൻ അൽഗോരിതമിക് പാർട്ടൊന്നും ഞാൻ നോക്കുന്നില്ല, ജസ്റ്റ് പ്രോഗ്രാം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് പബ്ലിക് സ്റ്റാറ്റിക് void main ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് കാര്യം എന്താ എനിക്ക് വേണ്ടത്? എനിക്ക് മെട്രിക്സിന്റെ ഓർഡർ വേണം. സേ M1 N1 M2 N2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വാങ്ങിക്കുന്നത്. സോ ഞാൻ അതിനു വേണ്ടി ഒരു സ്കാനർ ക്ലാസ് വാങ്ങിക്കുകയാണ്. സ്കാനർ SC is equal to new scanner system.in. അപ്പോൾ സ്കാനർ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് ഇമ്പോർട്ട് java.util വേണം, util.scanner വേണം. ദെൻ ഇവിടെ നമുക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? system.println enter the size of matrix 1. Okay, then N1 is equal to sc.next int. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടിയും, നെക്സ്റ്റ് ഇന്റ് എന്ന് പറയുന്നത് ഇൻറ്റിജർ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ N1 is equal to sc.next int. അപ്പോൾ നെക്സ്റ്റ് ഇന്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ 10 എന്ന് പറഞ്ഞതിന് ശേഷം, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ റീഡ് ചെയ്യുമ്പോൾ ഞാൻ 10 എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യും. എൻ്റർ കീ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടർ ആണ്. അപ്പൊ ആ ക്യാരക്ടർ ഏത് വാങ്ങിക്കത്തില്ല? നെക്സ്റ്റ് ഇന്റ് വാങ്ങിക്കത്തില്ല. അത് കാരണം നമ്മൾ 2 ഇൻറ്റിജർ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്.
അത് മാറ്റാൻ വേണ്ടി ആ എൻ്റർ കീനെ വായിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ലൈൻ പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലൈനിന് അപ്പോൾ എൻ്റർ കീ എന്ന് പറയുന്നത് ഈ SCയിലായിട്ട് മാറിക്കോളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻറ്റീജർ വാങ്ങിച്ചതിന് ശേഷവും എന്ത് ചെയ്യുക, SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ കൊടുക്കുക. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻറ്റീജർ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എൻ്റർ എന്ന് പറയുന്ന കാര്യം അത് റീഡ് ചെയ്തോളൂ. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ മെട്രിക്സിന്റെ സൈസ് റീഡ് ചെയ്യുക. രണ്ടാമത്തെ മെട്രിക്സിന്റെ സൈസ് ദാറ്റ് ഈസ് M2 ഈസ് ഈക്വൽ ടു M1 M2 ഇവിടെ N2 വെക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്, സെയിം കോഡാണ്. ഇനി നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, N1 ഷുഡ് ബി ഈസ് ഈക്വൽ ടു M2. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സിന്റെയും വാല്യൂസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യമേ പറയാം ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. എൽസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സ് ഒക്കെ വാങ്ങിക്കണം, മെട്രിക്സ് എലമെന്റ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ത് ചെയ്യുക, മെട്രിക്സ് 1 എൻ്റർ ദി വാല്യൂ ഓഫ് മെട്രിക്സ് 1 വാങ്ങിക്കുക. അപ്പോൾ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, ഫോർ ഇൻറ്റ് I ഈസ് ഈക്വൽ ടു 0, I ലെസ് ദാൻ M1 I പ്ലസ് പ്ലസ്. അപ്പോൾ ഫസ്റ്റ് റോ എഴുതുക, ദെൻ കോളം എഴുതുക, ദാറ്റ് ഈസ് ഇൻറ്റ് J ഈസ് ഈക്വൽ ടു 0, J ലെസ് ദാൻ N1 J പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് മെട്രിക്സ് വാല്യൂ റീഡ് ചെയ്യണം, ദാറ്റ് ഈസ് A ഓഫ് IJ. അപ്പോൾ A ഓഫ് IJ ഈസ് ഈക്വൽ ടു SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റീജർ വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലൈനും കൂടെ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ A ഓഫ് IJ നമ്മൾ ഇതുവരെ മെട്രിക്സ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ മെട്രിക്സ് ഡിക്ലെയർ ചെയ്യണം. എങ്ങനെയാണ് ഒരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുന്നത്, അപ്പോൾ മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുന്നത് A ഓഫ് നമുക്ക് A എന്നാണ് അതിന്റെ പേര്. സോ രണ്ടെണ്ണം ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ് എന്ത് പറയാം, M1 N1 എന്ന് പറയാം. സോ ഇതാണ് എൻ്റെ മെട്രിക്സ്. ഇനി ഇതേപോലെ എനിക്ക് എന്ത് വേണം, എനിക്കിതേപോലെ രണ്ട് മെട്രിക്സ് വേണം. ഏതൊക്കെയാണ്, ഒന്ന് റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഒന്ന് ബി വാല്യൂ സ്റ്റോർ ചെയ്യാനും. ഓക്കെ, സി വാല്യൂ സ്റ്റോർ ചെയ്യാനും ബി വാല്യൂ എന്താണ്, M2 ഇൻറ്റു N2. റിസൾട്ടന്റ് മെട്രിക്സ് എന്തായിരിക്കും, റിസൾട്ടന്റ് മെട്രിക്സ് M1 ഇൻറ്റു N2 ആയിരിക്കും. ഓക്കെ, M1 ഇൻറ്റു N2 ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്രയും ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞാൻ A എന്ന് പറയുന്ന മെട്രിക്സ് മേടിച്ചു കഴിഞ്ഞു. ഇനി ഇതേ കാര്യം ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് ഞാൻ മേടിക്കുന്നു. സെക്കൻഡ് മെട്രിക്സ് മേടിക്കുമ്പോൾ ഇവിടെ എക്ക് പകരം ബി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മെട്രിക്സ് മേടിച്ചു. രണ്ട് മെട്രിക്സ് മേടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, റിസൾട്ട് കണ്ടുപിടിക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് is equal to നമുക്ക് വേണമെങ്കിൽ ഇത് I less than I is equal to 0, I less than M1 I less than I plus plus. J എന്ന് പറയുന്നത് എവിടം വരെ പോകണം, രണ്ടാമത്തെ കോളം വരെ പോകണം. രണ്ടാമത്തെ കോളം എന്ന് പറയുമ്പോൾ J less than N1 J plus plus. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അൽഗോരിതം നോക്കുക. അൽഗോരിതം നോക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. K is equal to അൽഗോരിതം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. കെയുടെ വാല്യൂ എവിടെ വരെ പോവുക, ഐദർ ഫസ്റ്റ് ഇവിടെ ജെയുടെ വാല്യൂ N2 വരെയാണ് പോകുന്നത്. റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ ആണ് ഐയും ജെയും കൊടുക്കേണ്ടത്. കെയുടെ വാല്യൂ ഐദർ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം അല്ലെങ്കിൽ സെക്കൻഡ് മെട്രിക്സിന്റെ റോ. ഇതിനകത്ത് രണ്ടിലേതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, സിയുടെ വാല്യൂ C of IJ എന്ന് പറയുന്നത് എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക, 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക.
ഓക്കെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, ദെൻ സി ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു സി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ട് എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ആ അൽഗോരിതം നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് ഹൗ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പെർഫോംഡ്. ഓക്കെ, ഇതാണ് ഈ ഒരു ലൂപ്പാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ മെട്രിക്സും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ m1, ഐ പ്ലസ് പ്ലസ്, ദെൻ 4 j is equal to int j is equal to j less than n1 j plus plus, then system dot out dot print മാത്രം യൂസ് ചെയ്താൽ മതി. a of ij പ്രിന്റ് ചെയ്യുക, then ഒരു സ്പേസ് കൊടുക്കുക. മെട്രിക്സ് ഫോമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ദെൻ ഈ j ഒരു റോ പ്രിന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു റോ ഫുൾ പ്രിന്റ് ചെയ്തതിന് ശേഷം സ്ലാഷ് കൊടുക്കുക, പ്രിന്റ് സ്ലാഷ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മെട്രിക്സ് പേയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ഇത് മെട്രിക്സ് എ ആണ്. ദെൻ ഇനി അടുത്തത് എനിക്ക് മെട്രിക്സ് ബി വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഐയുടെയും ജെയുടെയും വാല്യൂസ് ഒന്ന് മാറ്റുക. ദാറ്റ് ഈസ് n2 ആക്കുക. എ ഓഫ് ഐ ജെക്ക് പകരം ബി ഓഫ് ഐ ജെ കൊടുക്കുക. ദെൻ ഇനി അടുത്തത് എനിക്ക് റിസൾട്ടന്റ് മെട്രിക്സ്, അതായത് സി വേണം. മെട്രിക്സ് സി എങ്ങനെ ചെയ്യാൻ പറ്റും, മെട്രിക്സ് സി ചെയ്യാൻ വേണ്ടി m1ഉം റോ എത്ര എണ്ണം ഉണ്ട്, m1 ഉണ്ട്, കോളം എത്ര എണ്ണം ഉണ്ട്, n2 ഉണ്ട്. ഓക്കെ, ബിക്ക് പകരം സി കൊടുക്കുക. അപ്പോൾ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ട് മെട്രിക്സിൻ്റെയും സൈസ് മേടിച്ചു. സൈസ് മേടിച്ചതിന് ശേഷം ഞാൻ എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ, ദാറ്റ് ഈസ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും തമ്മിൽ ഈക്വേറ്റ് ചെയ്യണം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവൂ. ഡിഫറൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. ഞാൻ 3 അറേ എടുത്തു. 3 അറേ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേ ആണ് ഞാൻ എടുത്തത്. ഓരോന്നിൻ്റെ സൈസ് വെച്ചിട്ടാണ് ഞാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്തത്. ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മെട്രിക്സ് എയുടെ 1ന്റെ വാല്യൂ വാങ്ങിച്ചു, മെട്രിക്സ് 2ന്റെ വാല്യൂ വാങ്ങിച്ചു, ദെൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ദെൻ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ചെയ്തത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ ടെസ്റ്റ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മെട്രിക്സ് 1ന്റെ സൈസ് എത്രയാണ്. അപ്പോൾ ഞാൻ 2 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. അതും ഞാൻ 2 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് വന്നത്, വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടി വന്നത്. സോ ഞാൻ 1 2 3 4 കൊടുത്തു, 5 6 7 8 കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഞാൻ മെട്രിക്സിൻ്റെ വാല്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നോക്കുക. അപ്പോൾ മെട്രിക്സ് എയും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു, മെട്രിക്സ് ബിയും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു, മെട്രിക്സ് സിയും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. 19ഉം 22ഉം നമ്മൾ നേരത്തെ ചെയ്ത അതേ ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. 43ഉം 15ഉം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദി matrix multiplication or matrix product. Okay.